ഞായറാഴ്ച ആയാൽ പൊതുവേ മടിയാവൂലേ? എനിക്ക് മടിയാണ് കേട്ടോ. പോരാത്തിന് നല്ല മഴയും, രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. എന്നാലും കുറച്ച് നേരത്തെ എണീറ്റു. കാരണം ഇന്ന് അമ്പാടിയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്പലത്തിൽ പോകണം, ഭക്ഷണം വെക്കണം, എല്ലാം റെഡി ആക്കണം. അതുകൊണ്ട് ഇത്തിരി നേരത്തെ എണീച്ചു. മഴയ്ക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഒരു ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പെരുമഴയൊക്കെ പെയ്ത് തോർന്നിരിക്കണം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. കുറച്ച് നേരം അധികം കിടന്നുറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഞങ്ങൾ പൊതുവേ സാറ്റർഡേ സൺഡേ ഒക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് വൈകിട്ടാണ് എണീക്കുക. കാരണം ആർക്കും പോകാനില്ലല്ലോ. സാധാരണ ഈ നേരമൊക്കെ ആകുമ്പോൾ അല്ലൂസ് എണീറ്റ് വരാറുണ്ട്. കുറച്ച് വാശി പിടിക്കണ കൂട്ടത്തിലാണ്. പിന്നെ ഇന്നിപ്പോൾ അമ്പാടിയേട്ടൻ അടുത്ത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആരെങ്കിലും ഒരാൾ അടുത്ത് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു. മഴ തോരണ സമയം നോക്കിയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. കാരണം നല്ല മഴയല്ലേ, നമുക്ക് വണ്ടി എടുത്ത് പോകാനും പറ്റില്ല. അങ്ങനെ വേഗം പോയിട്ട് അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ വെക്കണമല്ലോ. പോയി വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും അമ്പാടിക്കൊക്കെ. അപ്പോൾ പിന്നെ ഈ തലേദിവസമേ മാവ് അരച്ച് വെച്ചിരുന്നു, ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി അതിനുള്ള ചട്നിയും ഉള്ളിച്ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി. ഞാൻ ഉണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തി വേറൊരു രീതിയിലാണ് കേട്ടോ. എല്ലാവരും ചമ്മന്തിയൊക്കെ അരച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് വറുത്തിടുക. ഞാൻ തിരിച്ച് ഓപ്പോസിറ്റാണ് ചെയ്യുക. ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് എല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ച് നല്ലൊരു പേസ്റ്റാക്കി രൂപത്തിലെടുക്കുക ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.